സരിന്റെ ട്രെയിൻ ഇപ്പൊ വരും. കട്ടയ്ക്ക് കട്ട പോവാണ്. അതാണ് നമ്മുടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ട്രെയിനിലേക്ക്. ടെൻഷൻ ഉണ്ടോ? പേടിക്കണ്ട. ഇറങ്ങിയോ? പേടിക്കണ്ട. അല്ല, പറയാൻ പറ്റില്ല. ഉയരം ഭയം ഉണ്ടാവും ചിലർക്ക്. മാഡത്തിന് പേടിയാണ്? നല്ല പേടി. ഡോക്ടർ പി സരിൻ ഇപ്പോൾ ട്രെയിനിലേക്ക് കയറുകയാണ്. സിനോ തോമസ്, ട്രെയിനുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണോ നമ്മൾ കാണാൻ പോകുന്നത്? റോഷിപാൽ, ട്രെയിനിൽ ഇരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി. അപ്പുറത്ത് കഴിഞ്ഞിരിക്കുന്നു NDAയുടെ ട്രെയിൻ. സുജാത തയ്യാറെടുക്കുന്നു. ഏതാനും സെക്കൻഡുകൾക്കകം സരിൻ ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സരിൻ LDFന്റെ സ്മൃതിപാഠത്തിന്റെ ടീമാണ്. പേടിയുണ്ട്, പേടിയാണ്. കണ്ണടച്ചിരിക്കുന്നുണ്ട്. റോഷിപാൽ, സ്റ്റെതസ്കോപ്പ് ആകാശത്തെത്തിയോ? ഈ കൊട്ടിക്കലാശത്തിൽ ഇവിടെ കൂടിയ മുഴുവൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ ഇപ്പോൾ ട്രെയിൻ മുകളിലോട്ട് ഉയരുകയാണ്. ഇപ്പോൾ ആ ട്രെയിൻ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ഇരിക്കുകയാണ്. സ്ഥാനാർത്ഥി എണീറ്റിട്ടില്ല. അതിനകത്തുനിന്ന് ദൃശ്യങ്ങൾ വരും. അത് ട്രെയിൻ മുകളിലോട്ട് ഉയർന്ന് അത് കൃത്യമായി സ്റ്റേബിളായി കഴിഞ്ഞാൽ മാത്രമേ അവർ ട്രെയിനിൽ അവർ എത്രയോ ഉയരത്തിൽ നിന്ന് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാ പ്രവർത്തകരെ അഭിവാദ്യം നമ്മുടെ ദൃശ്യങ്ങളിൽ. ട്രെയിൻ ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. 2 ട്രെയിനുകളും കൂടി നമുക്ക് ആകാശ ദൃശ്യത്തിൽ കാണുവാണെങ്കിൽ പൊളിയായത്. കോട്ടയിലെ കൊട്ടിക്കലാശം, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇതാ അവസാനിക്കുകയാണ്. അപ്പുറത്ത് കുമാർജി കൂളാണ്. കുമാർജിക്ക് ഒരു പേടിയില്ലായിരുന്നു സർ. കുമാർജി 8-9 ജനക്ഷനിൽ ആകാശത്ത് പോയാണ്. റിപ്പോർട്ടർ ടിവിയുടെ ആകാശ ദൃശ്യം ഗംഭീരമാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, ട്രെയിനിന്റെ മുകളിൽ നിന്ന് അതെ LDF സ്ഥാനാർത്ഥി പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. പി സരിനും NDAയുടെ C കൃഷ്ണകുമാറും ട്രെയിനിൽ പ്രചാരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്ത് വേദിയിലാണ്. UDFന് എന്ത് പറ്റി? ട്രെയിൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ട്രെയിനില്ല. ബാക്കിയെല്ലാം മത്സരത്തിൽ കട്ടയ്ക്ക് കട്ട പിടിച്ചു. ട്രെയിൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്ത് പറ്റി അല്ലമീൻ? ട്രെയിൻ എവിടെ പോയി അല്ലമീൻ? ജനങ്ങൾക്കിടയിലാണ്. ട്രെയിനിലല്ല, ഉയരത്തിലല്ല, ജനങ്ങളുടെ കൂടെയാണ്. വണ്ടിയിലാണ്. കോൺഗ്രസ് അനുഭാവികൾ പറഞ്ഞാണ്. അവരുടെ പേരിലാക്കണ്ട. മാഡം പറഞ്ഞായിട്ട് ഞങ്ങൾ മാഡം അവിടെ നിന്നുള്ള മെസ്സേജാണ്. ഞങ്ങൾ ഭൂമിയിലാണ്, പ്രവർത്തകർക്കൊപ്പമാണ്. നോക്കൂ, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഉയരത്തിലേക്ക് NDA സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. ഉയരങ്ങളിലാണെങ്കിലും താഴേക്കാണ് നോട്ടം. താഴത്തെ മണ്ണിലേക്കും മനുഷ്യരിലേക്കുമാണ് നോട്ടം. ഇതാരും പറഞ്ഞു തന്നതല്ല, ഞാൻ തന്നെ പറഞ്ഞു. കണ്ണടച്ചിരിക്കുക. ഡോക്ടർ പി സരിൻ അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പക്ഷേ ഇങ്ങനെ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ്. നോക്കൂ, എത്ര ആളുകളാണ് അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അഷ്കറിലേക്കും അല്ലമീനിലേക്കും പോവാം. ഓക്കെ, അഷ്കർ അലി അല്ലമീൻ. സരിൻ പതുക്കെ എഴുന്നേറ്റു. എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു. സരിനത അഭിവാദ്യം ചെയ്തു. ഒരു പേടിയില്ല. മാഡം അല്ലേ പറഞ്ഞ പേടിയാന്ന്? ഒരു പേടിയില്ല. കണ്ണടച്ചിട്ടോ? ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ പോലെ ഒന്നുമില്ല. ഡോക്ടർ പി സരിനത കൈവീശി കാണിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, സ്റ്റെതസ്കോപ്പ് മാറിക്കളിക്കുന്നു. നമുക്കൊന്ന് UDF ക്യാമ്പിലേക്ക് കൂടി പോകാം. VS രഞ്ജിത്ത്, അഷ്കർ അലി, അല്ലമീൻ 3 പേരിൽ ആരാണോ കേൾക്കുന്നത്? UDF ക്യാമ്പിൽ എന്തായി? അവസാന മിനിറ്റുകളിലെ ആവേശം എങ്ങനെ? ഇനി 8 മിനിറ്റ് മാത്രം.